പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ ബോധപൂർവം ഇല്ലാതാക്കുന്നു എന്ന് ഇന്ത്യയിലെ ജഡ്ജി, അദ്ദേഹം UN കമ്മീഷന്റെ അധ്യക്ഷനാണ്, ഡോക്ടർ എസ് മുരളീധരൻ. ഇദ്ദേഹം വളരെ പ്രമുഖനായ ഇന്ത്യയിലെ ജഡ്ജിയാണ്. നീതിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് ജസ്റ്റിസായി, ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വർക്ക് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. നരേന്ദ്രമോദി ഗവൺമെന്റുമായിട്ടൊക്കെ ചില ഉരസലുകൾ ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം UNന്റെ കമ്മീഷനെ ഹെഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ ബോധപൂർവം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. നമുക്ക് അതിന്റെ വാർത്തയും കാണാം. അമേരിക്കയിലെ ഏറ്റവും പ്രമുഖ മാധ്യമമായ CNN കൊടുക്കുന്ന വാർത്തയും നമുക്കൊന്ന് കേൾക്കാം. CNN വാർത്ത പറയുന്നത്, പാലസ്തീനിൽ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നു. UN കമ്മീഷൻ ഇത് കണ്ടെത്തി. ജൂൺ 24, 2 ദിവസം മുമ്പുള്ള വാർത്തയാണ്, 3 ദിവസം മുമ്പുള്ള വാർത്തയാണ്. ഇസ്രായേലി ഫോഴ്സസിലെ പലരും ഗസ സ്ട്രിപ്പിലുള്ള പാലസ്തീനിയൻ കുട്ടികളെ ബോധപൂർവം ടാർഗറ്റ് ചെയ്യുന്നു. ട്യൂസ്ഡേയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ കമ്മീഷൻ ജനസൈഡാണ്, എനിക്ക് ആ വാക്ക് പറയാൻ ഇതില്ല, അതുകൊണ്ടാണ് വംശഹത്യയാണ് അവിടെ നടത്തുന്നത്. കാര്യം അത് ആ വാക്ക് വളരെ സ്ട്രോങ് ഒരു വാക്കാണ്, വളരെ വേദന തോന്നുന്ന ഒരു വാക്കാണ്. കമ്മീഷന്റെ കണ്ടെത്തൽ പറയാം, അൺപ്രസിഡന്റഡ് ഡെത്ത്, ഇഞ്ചുറി ആൻഡ് ട്രോമ ടു പാലസ്തീനിയൻ ചിൽഡ്രൻ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പിള്ളേരുടെ കാര്യം പറയുമ്പോഴേ നമുക്കൊരു ഇമോഷനാണ്. അതായത് ജനസൈഡൽ ഇന്റന്റ് ടു ഡിസ്ട്രോയ് പാലസ്തീനിയൻ പീപ്പിൾ അത് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 2025 സീസ്ഫയറിന് ശേഷവും ചിൽഡ്രൻ കണ്ടിന്യൂ ടു ബി കിൽഡ് ആൻഡ് സീരിയസ്ലി ഇഞ്ചേർഡ്. പാലസ്തീനിയൻ കുട്ടികളെ ഇന്റർനാഷണൽ ലോയുടെ കീഴെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അത് ഒരു കാരണവശാലും ചെയ്യാതിരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചുകൂടെ ഇതുണ്ട്. Strongest evidence is the use of what I would call a combination of quadcopters, sniper rifles and drones. അതിന്റെ തെളിവുകൾ പറയാം. Are pre-fitted with thermal imaging cameras which tell the person viewing the screen whether the image on the screen belongs to a child or an adult. കുട്ടികളാണോ മറ്റോ അവർക്ക് അറിയാൻ കഴിയും. Soldiers are seen speaking on videos which they have uploaded on social media or it's on the television channels in Israel, where they proudly proclaim that it is like a game for them. They can sit anywhere and shoot Palestinians by just looking at a screen. They get commended by their commanders for using this kind of a tactic. The second thing is we're finding that these gunshot wounds are specifically directed at the head and the neck, the upper portions of the body, for maximum damage. So you have a 10-day-old baby while breastfeeding being shot through the head. അതിന്റെ മലയാളം പറയുന്നില്ല. മലയാളം ഒക്ടോബർ 7 നടന്നത് തീവ്രവാദി ആക്രമണം തന്നെയാണ്, തെറ്റാണ്, ഇല്ലെന്നല്ല. പക്ഷേ അങ്ങനെ പരസ്പരമുള്ള ആര് ഫൈറ്റ് ചെയ്താലും കുഞ്ഞുങ്ങൾ മരിക്കുന്നത് അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമവും വേദനയാണ്. കുഞ്ഞുങ്ങൾ മരിക്കുന്ന ആ സിറ്റുവേഷൻ ഇല്ലാതാകണം. മുതിർന്നവർ ഫൈറ്റ് ചെയ്യട്ടെ, മുതിർന്നവരുടെ മരണവും തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് തെറ്റാണ്. പക്ഷേ കുട്ടികളെ ഒരു കാരണവശാലും ഇതിലേക്ക് കൊണ്ടുവരരുത്. അങ്ങനെ പാലസ്തീനിലെ കുഞ്ഞുങ്ങളും ഇസ്രായേലിലെ കുഞ്ഞുങ്ങളും ലോകത്തെവിടെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് വേദനിക്കരുത്. അത് മനുഷ്യരാശിക്ക് വേദനിക്കുന്നതാണ്. ദൈവത്തിന്റെ എല്ലാ നന്മയും കൂടിയാണ് കുട്ടികൾ വരുന്നത്. അങ്ങനെ എല്ലാവിധമുള്ള കുട്ടികളുടെ മേലുള്ള കൊലപാതകവും ഇല്ലാതാകട്ടെ. എനിക്കത് പറയാൻ വയ്യ, അതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ട് ചെയ്തത്. അത് പറഞ്ഞു വരുമ്പോഴേ വല്ലാത്തൊരു വിഷമം തോന്നും. പുള്ളിയുടെ കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ മനഃപൂർവ്വം ഇടാത്തതാണ്. കുറേ കൂടെ പെയിൻഫുൾ ഫൈൻഡിങ്സ് ഉണ്ട്, അത് കേൾക്കാൻ എനിക്ക് തന്നെ വയ്യ. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം. ഗസയെ ലോകം പിന്തുണയ്ക്കണം. ഇസ്രായേൽ പാലസ്തീൻ 2 രാജ്യങ്ങളും സമാധാനം ജീവിക്കുന്ന ഒരു ലോകം വേണം.